من شر ما خلق وبرأ وذرأ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. എൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മെ എല്ലാവരെയും ഒരു ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഈ പള്ളിക്ക് ചുറ്റും അന്തരീക്ഷമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സ്വാലിഹീങ്ങൾ, സ്വാലിഹാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഖബറിടം സന്തോഷത്തിനും റാഹത്തിനുമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ നാടുകളിൽ നിന്ന്, നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ട കഅബ ശരീഫിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹാജിമാർ, ഹജ്ജാജുകൾ ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. പ്രൈവറ്റായി ഹജ്ജിന് പോകുന്ന ആളുകൾ ഹജ്ജ് യാത്ര തുടങ്ങിക്കഴിഞ്ഞു. സർക്കാർ വകയിൽ ഹജ്ജിന് പോകുന്ന ആളുകൾ ഈ 26-ാം തീയതി മുതൽ പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലേക്ക് ഒരേയൊരു ലക്ഷ്യത്തോടുകൂടെ ഏകനായ പടച്ചറബ് തമ്പുരാന്റെ വിളിയാളം കേട്ട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിയാളം കേട്ട് പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിലേക്ക് യാത്ര പോകുന്ന ഒരു സന്ദർഭവും സാഹചര്യവുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മളിൽ പലരും, എന്റെ മുമ്പിലിരിക്കുന്നവരിൽ പലരും ഹജ്ജിന് പോകുന്നവരുണ്ടാവാം, ഹജ്ജിന് പോകാത്ത ആളുകളും ഉണ്ടാവാം. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ കഅബാലയത്തിൽ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജിന് പോകുന്ന ആളുകൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ കൂട്ടുകാരിൽ നിന്ന്, നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ അവരോട് നമുക്ക് ചില കടപ്പാടുകളുണ്ട്, അവരോട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ ഹജ്ജിന് പോകാത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നാമതാണ്, ഹജ്ജിന് പോകുന്ന ആളുകളോട് നമ്മൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മുടെ നാടിന് വേണ്ടി ദുആ ചെയ്യാൻ, മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തിനും ഒരുമക്കും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനും വേണ്ടി ദുആ ചെയ്യാൻ അവരോട് ആവശ്യപ്പെടണം. ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ഹുജ്ജാജ് വൽ ഉമ്മാർ വഫ്ദുല്ലാഹ്, ഹജ്ജിന് പോകുന്ന ആളുകൾ, ഉംറക്ക് പോകുന്ന ആളുകൾ വഫ്ദുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ അതിഥികളാണ്. അവർ അല്ലാഹുവിന്റെ അതിഥികളാണ്. ഇൻദഉ അജാബഹും, അവരെങ്ങാനും അല്ലാഹുവിനോട് കൈകളുയർത്തി ദുആ ചെയ്താൽ, അവരെങ്ങാനും അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അജാബഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദുആക്ക് ഉത്തരം നൽകും. വഇസ്തഗ്ഫറൂഹു ഗഫറ ലഹും, അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ, പാപമോചനം ആവശ്യപ്പെട്ടാൽ ഗഫറല്ലാഹു ലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. അപ്പോൾ ഹാജിമാരുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയാത്ത പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട് എങ്കിൽ അവരോട് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്, അവരോട് നമ്മൾ ആദ്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് നമുക്ക് വേണ്ടി ദുആ ചെയ്യാനാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മൾ അവരോട് ആവശ്യപ്പെടണം. കാരണം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അല്ലാഹുമ്മ ഗഫിർ ലിൽ ഹുജ്ജാജ്, അല്ലാഹുവേ നീ ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് പാപം പുറത്തു കൊടുക്കണേ. നബി തങ്ങൾ ദുആ ചെയ്തതാണ്. നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗഫിർ ലിൽ ഹുജ്ജാജ്, അല്ലാഹുവേ ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണം. പോരാ, വലിമൻ ഇസ്തഗ്ഫറ ലഹുൽ ഹജ്ജ്, ഹജ്ജ് ചെയ്യുന്ന ആൾ ആർക്കൊക്കെ വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടോ, ഹജ്ജ് ചെയ്യുന്ന ആൾ ആർക്കൊക്കെ വേണ്ടി പാപമോചനം നടത്തുന്നുണ്ടോ അവർക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക എന്നത് ഹജ്ജിന് പോകുന്ന ആളോട് അല്ലെങ്കിൽ ഉംറക്ക് പോകുന്ന ആളോട് ദുആ കൊണ്ട് നമ്മൾ വസിയത്ത് ചെയ്യുക എന്നത് സുന്നത്തായ ഒരു കർമ്മമാണ്, സുന്നത്തായ പുണ്യകരമായ കർമ്മമാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല പറയുന്നു, ഇസ്തഗ്ഫറു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഉംറ,
ഒരു ഉംറ ചെയ്യാനാണ് ഉദ്ദേശിച്ചപ്പോ ഹബീബായ നബി തങ്ങളോട് ചെന്നിട്ട് ഞാൻ സമ്മതം ചോദിച്ചു. ഹബീബായ നബി തങ്ങളോട് ഞാൻ ചെന്ന് സമ്മതം ചോദിച്ചു. ഹബീബായ നബി തങ്ങൾ എനിക്ക് സമ്മതം നൽകി. വഖാല, ഹബീബായ നബി തങ്ങൾ എന്നോട് പറഞ്ഞു, ലാ തൻസായ യാ ഉഖയ്യ മിൻ ദുആഇ, എന്റെ കൊച്ചുമകനെ, എന്റെ കൊച്ചു സഹോദര, എന്നെ നീ ദുആയിൽ മറക്കരുത്. നീ ഹജ്ജിന് പോകുമ്പോ, നീ ഉംറക്ക് പോകുമ്പോ എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ നീ മറക്കരുത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഹബീബായ നബി തങ്ങൾക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയുടെ യാതൊരു ആവശ്യവുമില്ല, ഒരു ആവശ്യവുമില്ല. ഉമർ ബിൻ ഖത്താബിന്റെ പ്രാർത്ഥനക്ക് ഹബീബായ നബി തങ്ങൾക്ക് ഒരു ആവശ്യവുമില്ല. എന്നിട്ട് പോലും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബിയായ തന്നെക്കാൾ താഴെ കിടക്കുന്ന തങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ഈ ഒരു മാതൃക നമ്മൾ ജീവിതത്തിൽ പകർത്തണം. മാത്രം പോരാ, നമുക്ക് വേണ്ടി ദുആ ചെയ്താൽ മാത്രം പോരാ, ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ലക്ഷോപലക്ഷം ആളുകൾ മക്കയിൽ ചെന്ന് ഹജ്ജ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ കൂടി നമ്മൾ സമയം കണ്ടെത്തണം. കാരണം ഹജ്ജ് ചെയ്യുന്ന ആളുകളുടെ ഹജ്ജ് സ്വീകരിച്ചാൽ, അവരുടെ ഉംറ സ്വീകരിച്ചാൽ, അവരുടെ ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചാൽ അതിന്റെ പുണ്യം നമുക്ക് കൂടിയാണ് കിട്ടുന്നത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ ഹജ്ജ് ചെയ്താൽ ആ ഹജ്ജ് ചെയ്ത ആളുകളുടെ ഗുണം ലോകത്തുള്ള ഹജ്ജാജിമാരുടെ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകിയാൽ അത് നമുക്ക് കൂടി പുണ്യമുള്ളതാണ്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ അസ്സ വ ജല്ല ഖദ് ഗഫറ സാലിഹീകും വ ശഫഅ സാലിഹീകും ഫി താലിഹീകും. നിങ്ങൾ ഒരാൾ ഹജ്ജ് ചെയ്താൽ ഹജ്ജ് ചെയ്യുന്ന കൂട്ടത്തിൽ നല്ല ആളുകൾ ഉണ്ടാവും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടി അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുണ്ടാകും, പണ്ഡിതന്മാരുണ്ടാകും, സ്വാലിഹീങ്ങളുണ്ടാകും, സജ്ജനരുണ്ടാകും. അവരുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. വശഫഅ സ്വാലിഹീകും ഫീ ത്വാലിഹീകും. നല്ല ആളുകളല്ലാത്ത ആളുകളുണ്ടാകും. ചീത്ത മാർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ ഹജ്ജിന് വന്നിട്ടുണ്ടാകും. അവർക്ക് സ്വാലിഹീങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. മാത്രമല്ല വതൻസിലുർ റഹ്മ, അല്ലാഹുവിന്റെ സവിശേഷമായ കാരുണ്യം പെയ്തിറങ്ങും. മാത്രമല്ല ഫതഉമുഹും സുമ്മ തുഫദ്ദിഖുൽ മഗ്ഫിറതു ഫിൽ അർദ് ഫതഖവല കുല്ലി താബിൻ തായിബിൻ മിമ്മൻ ഹഫിദ ലിസാനു. തന്റെ നാവിനെ സംരക്ഷിച്ചു നിർത്തിയ എല്ലാവർക്കും അത് ഹജ്ജ് ചെയ്യണമെന്ന നിബന്ധനയില്ല. ഒരു ഹാജിയുടെ ഹജ്ജ് സ്വീകരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുകയാണ്, ലോകത്ത് ആരൊക്കെ അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നുണ്ട് അവരുടെ മുഴുവൻ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളായ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സഹോദരന്മാരായ ഹജ്ജാജിമാർക്ക് ദുആ ചെയ്യണം. നമ്മുടെ സഹോദരന്മാരായ ഹജ്ജാജിമാർക്ക് നമ്മൾ ദുആ ചെയ്യണം. തന്റെ ഒരു സഹോദരന് വേണ്ടി ഒരാൾ ദുആ ചെയ്താൽ, ഒരാൾ പ്രാർത്ഥിച്ചാൽ, എന്തൊരു കാര്യം കൊണ്ടാണോ അവൻ ദുആ ചെയ്തത് ആ പ്രാർത്ഥനയുടെ അതേ പ്രതിഫലം ആ ദുആ ചെയ്ത വ്യക്തിക്കും കിട്ടുമെന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ സഹോദരന് സ്വർഗ്ഗം കൊടുക്കണേ എന്ന് ദുആ ചെയ്താൽ സ്വർഗ്ഗം കൊടുക്കണേ എന്ന് ആ ദുആ ചെയ്ത വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ തയ്യാറാക്കി വെച്ചിരിക്കും. മലക്കുകൾ ദുആ ചെയ്ത വ്യക്തിക്ക് വേണ്ടി, ആമീൻ പറഞ്ഞ വ്യക്തികൾക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹജ്ജാജിമാരായ സഹോദരന്മാർക്ക് വേണ്ടി, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ഉംറക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെല്ലാം പുറമെ ഹജ്ജാജിമാർ മക്കയിൽ പോയി ബലിയറുക്കുമ്പോൾ നമ്മുടെ നാടുകളിൽ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏർപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഉദ്ഹിയ്യത്ത് ഇറക്കാൻ പണമുള്ള ആളുകൾ സജ്ജനാകണം. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ആരെങ്കിലും ഒരാൾ സമ്പത്തുണ്ടാവുകയും അവൻ ഉദ്ഹിയ്യത്ത് ഇറക്കുകയും ചെയ്തില്ല എങ്കിൽ അവൻ നമ്മുടെ കൂടെ പെരുന്നാൾ നമസ്കാരത്തിന് പങ്കെടുക്കരുത് എന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ
ഹജ്ജിന് വേണ്ടി കൊതിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യണമെന്ന ജീവിതത്തിന്റെ അഭിലാഷമായി കാണുന്ന ആളുകളാണ്. എന്നാൽ സാമ്പത്തികമായി നമുക്ക് ഉയർച്ചയില്ലാത്ത ആളുകളുണ്ടാകും, ശാരീരികമായി കഴിയാത്ത ആളുകളുണ്ടാകും. ഇങ്ങനെയൊക്കെ മക്കയിൽ പോയി ഹജ്ജ് ചെയ്തില്ല എങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടുകളിൽ ഇരുന്നാൽ പോലും, നമ്മുടെ പള്ളിയിൽ ഇരുന്നാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ പ്രതിഫലം നൽകുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന്, ചില പ്രവർത്തനങ്ങൾ ചെയ്താൽ അല്ലാഹു നൽകുമെന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ പഠനം, ഒന്ന് നിസ്കാരത്തിന് ശേഷം 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ എന്ന ദിക്ർ നിസ്കാരത്തിന് ശേഷം, ഏത് ഫർദ് നിസ്കാരത്തിന് ശേഷം 33 പ്രാവശ്യം ആരെങ്കിലും ചൊല്ലിയാൽ അവനിക്ക് ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമുണ്ട് എന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ ജുമുഅ നിസ്കാരമാവട്ടെ, മറ്റു നിസ്കാരങ്ങളാവട്ടെ, ഇവിടെയുള്ള തസ്ബീഹും തഹ്മീദും തക്ബീറും കഴിഞ്ഞ് ദുആ കഴിഞ്ഞിട്ട് നമ്മൾ പിരിഞ്ഞു പോവാൻ പാടുള്ളൂ. നമ്മളൊക്കെ പണമില്ലാത്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തക്ബീർ ചൊല്ലുമ്പോഴേക്കും നമുക്ക് നൽകുന്നത് ഹജ്ജിന്റെ പ്രതിഫലമാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ജാഅൽ ഫുഖറാഉ ഇലാ റസൂലില്ലാഹ്, ചില പരമദരിദ്രരായ ആളുകൾ, പണമില്ലാത്ത ആളുകൾ, ഫഖീറന്മാരായ ആളുകൾ നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. അവർ പറഞ്ഞു, നബിയെ, ഫഖാലു ദഹബത്തു സൂറു മിനൽ അംബാലി ബിദറജാത്തിൽ ഉലാ, ഹബീബായ നബിയെ, ഒരുപാട് പണക്കാർ ഒരുപാട് ദർജ കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങളോടൊപ്പമുള്ള ഞങ്ങളുടെ പൈസക്കാർ, പണമുള്ള ആളുകൾ ഒരുപാട് കൂലി വാങ്ങിക്കൂട്ടുന്നുണ്ട്. അവർ പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്യുന്നുണ്ട്. യുസല്ലൂന കമാ യുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നുണ്ട്. വയസൂമൂന കമാ നസൂമു, ഞങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് പോലെ അവരും നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. ഹബീബായ നബി തങ്ങളോട് പറയുകയാണ്, ഹബീബായ നബിയെ, പക്ഷേ അവർ ഹജ്ജ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഹജ്ജിന് പോകാൻ പണമില്ല, ഞങ്ങളുടെ കയ്യിൽ കാശില്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഹബീബായ നബി തങ്ങൾ അവിടെ വന്ന ഫുഖറാക്കളായ പാവപ്പെട്ടവരായ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു, അലാ ഉഹദ്ദിസുകും ബിമാൽ, ഞാൻ നിങ്ങൾക്കൊരു പണം പറഞ്ഞു തരാം, ഞാൻ നിങ്ങൾക്കൊരു സമ്പത്ത് പറഞ്ഞു തരാം. നിങ്ങൾ ആരെങ്കിലും ആ പണത്തെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ, ലഹിത്തും സബഖക്കും, നിങ്ങളെ മുൻകടന്ന ആളുകളെ, പണം കൊണ്ട് നിങ്ങളെ മുൻകടന്ന ആളുകളെ, പണം മറ്റുള്ളവർക്ക് സ്വതക്ക ചെയ്ത് ഒരുപാട് കൂലി വാങ്ങിക്കൂട്ടിയ ആളുകളോടൊപ്പം എത്താൻ നിങ്ങൾക്ക് കഴിയും. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, തുസബ്ബിഹൂന വ തുഹമ്മിദൂന വ തുകബ്ബിറൂന ഖൽഫ കുല്ലി സലാത്തിൻ സലാസൻ വ സലാസീന, 33 പ്രാവശ്യം നിങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ, അൽഹംദുലില്ലാഹ് ചൊല്ലിയാൽ, അല്ലാഹു അക്ബർ ചൊല്ലിയാൽ, എപ്പോൾ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ചൊല്ലിയാൽ ഹജ്ജ് ചെയ്ത പ്രതിഫലം നിങ്ങൾക്കുണ്ട് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, തീർന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ പ്രതിഫലം നൽകുന്ന മറ്റു അമാലുകളുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, മൻ സല്ലൽ ഗദാത ഫീ ജമാഅ, ആരെങ്കിലും ഒരാൾ സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു, മാത്രം തീർന്നില്ല, തുമ്മ കഅദ യദ്കുറുല്ലാഹ് ഹത്താ തത്ലുഅ ശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ അവൻ പള്ളിയിൽ തന്നെ ഇരുന്നു, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതായിട്ട് പള്ളിയിൽ തന്നെ ഇരുന്നു. എന്നാൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെ പള്ളിയിൽ വന്ന് സുബഹി ജമാഅത്തായി നിസ്കരിച്ചു, സൂര്യൻ ഉദിക്കുന്നത് വരെ പള്ളിയിൽ തന്നെ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലി 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോയാൽ ഹബീബായ നബി തങ്ങൾ 3 പ്രാവശ്യമാണ് താമത്ത് എന്ന് പറഞ്ഞത്. പരിപൂർണമായ ഹജ്ജ് ചെയ്ത പ്രതിഫലം, പരിപൂർണമായ ഉംറ ചെയ്ത പ്രതിഫലം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ പള്ളിയിൽ സുബ്ഹി ജമാഅത്ത് നടക്കുമ്പോൾ, നമ്മളൊക്കെ വീട്ടിൽ സുഖസുസുദ്ധിയിൽ ഉറങ്ങുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പള്ളിയിലെ സുബ്ഹി ജമാഅത്ത് നമ്മൾ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം സുബ്ഹി ജമാഅത്താണ് ഏറ്റവും പവിത്രതയുള്ള ജമാഅത്ത്, സുബ്ഹിയുടെ ജമാഅത്താണ്
ഏറ്റവും ജമാഅത്തിൽ വെച്ച് ഏറ്റവും കൂലിയുള്ള ജമാഅത്ത് സുബഹിയുടെ ജമാഅത്താണ്, ഏറ്റവും കുറവ് ശ്രേഷ്ഠതയുള്ള ജമാഅത്ത് മഗ്രിബിന്റെ ജമാഅത്താണ് എന്ന് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാൻ കഴിയും. അതുകൊണ്ട് സുബഹി ജമാഅത്ത് നടക്കുമ്പോൾ നമ്മുടെ പള്ളിയിൽ, നമ്മളൊക്കെ വീട്ടിൽ ഒഴിഞ്ഞിരിക്കുന്ന നേരമാണ് സുബഹിയുടെ നേരം. ആ നേരത്ത് നമ്മൾ പള്ളിയിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ സുബഹി നമസ്കാരത്തിന് ശേഷം അൽഹംദുലില്ലാഹ് വിപുലമായ രീതിയിൽ ദർസ് ആരംഭിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്കുള്ള ദർസ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ പാരായണം ചെയ്ത് ആ ഹദീസിൽ വരുന്ന ഫായിദകൾ, ആ ഹദീസുകളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സുബഹി നിസ്കാരത്തിന് ശേഷം ഒരു ദർസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ, ഇവിടെ ഒഴിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട കാരണവന്മാർ സുബഹി ജമാഅത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ നബി തങ്ങൾ മറ്റൊരു പ്രവർത്തനം പറയുന്നത് ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുന്ന, ഉംറ ചെയ്ത പ്രതിഫലം കിട്ടുന്ന മറ്റൊരു പ്രവർത്തനമാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നത്. മാതാപിതാക്കൾക്ക് വേണ്ടി ഗുണം ചെയ്യുക. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ സ്വതക്ക ചെയ്യുക. മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാവിധ ഗുണങ്ങളും ചെയ്തു കൊടുത്താൽ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം കിട്ടുമെന്ന് ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ നബിയുടെ മുമ്പിലേക്ക് വന്നിട്ട് ഒരാൾ വന്ന നബിയെ അനാഷ്തഹി ജിഹാദ്, നബി എനിക്ക് യുദ്ധത്തിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങയോടുകൂടെ ഇസ്ലാമിന്റെ സമരയുഗത്തിലേക്ക് പോർക്കളത്തിലേക്ക് കടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കതിന് കഴിയുന്നില്ല, എനിക്കതിനുള്ള സാമ്പത്തിക ശേഷിയില്ല, എനിക്കതിനുള്ള ആരോഗ്യ ശേഷിയില്ല. നബി തങ്ങൾ ചോദിച്ചു, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? എന്റെ ഉമ്മയോ ഉപ്പയോ ജീവിച്ചിരിപ്പുണ്ടോ? നബി തങ്ങളോട് ആ മനുഷ്യൻ പറഞ്ഞു, ഖാല ഉമ്മി, എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് നബിയെ. നബി തങ്ങൾ പറഞ്ഞു, നീ പോയി നിന്റെ ഉമ്മാക്ക് ഗുണം ചെയ്തു കൊടുക്ക്, നീ പോയി നിന്റെ ഉമ്മാക്ക് ഗുണം ചെയ്തു കൊടുക്ക്. എന്നാൽ നീ എങ്ങാനും നിന്റെ ഉമ്മക്ക് പോയി ഗുണം ചെയ്തു കൊടുത്താൽ നീ ഹജ്ജ് ചെയ്തവനാണ്, നീ ഉംറ ചെയ്തവനാണ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കിടന്നുകൊണ്ട് യുദ്ധം ചെയ്ത് രക്തം ചിന്തിയ ശഹീദിനെ പോലെയാണ് നീ എന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അവർക്ക് ഗുണം ചെയ്യണം. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, അവർക്ക് വേണ്ടി സ്വതക്കകൾ ചെയ്യണം. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിലേക്ക് ഒരു വാട്ടർ ബോൾ പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് ഒരു സഹോദരൻ, നമ്മുടെ അദ്ദേഹം തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അദ്ദേഹം പള്ളിയിലേക്ക് ഒരു വാട്ടർ ബോൾ സംഭാവന എത്തിക്കുകയാണ്. അല്ലാഹുവേ, ആ മാതാപിതാക്കളുടെ ദർജ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മാതാപിതാക്കളുടെ ജീവിതം നീ സ്വർഗത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അദ്ദേഹം ചെയ്ത സ്വതക്കയുടെ പ്രതിഫലം അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരിൽ എന്തെങ്കിലും ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശിക്ഷ നീ ലഘൂകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മാതാപിതാക്കൾക്ക് വേണ്ടി ഗുണം ചെയ്യുക. മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ സ്വതക്ക ചെയ്യുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കുക എന്നത് വളരെ പുണ്യമുള്ള കർമ്മമാണ്. ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന പുണ്യമായ കർമ്മമാണ്. മാത്രമല്ല, തീർന്നില്ല, ഹജ്ജ് ഉംറയും ചെയ്താൽ ഹജ്ജ് ഉംറയും ചെയ്യുന്ന മറ്റൊരു അതിന്റെ പ്രതിഫലം കിട്ടുന്ന മറ്റൊരു പ്രവർത്തനം കൂടിയുണ്ട്. നബിതങ്ങൾ പറയുന്നു, ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മശ്യുക ഫീ ഹജ്ജത്തി അഖീക മുസ്ലിം ഖൈറുൻ ലക മിൻ ഹജ്ജത്തിൻ ബഅദ ഹജ്ജ. ആരെങ്കിലും ഒരാൾ തന്റെ മുസ്ലിമായ സഹോദരന് എന്തെങ്കിലും ആവശ്യം വരുമ്പോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ, സാമ്പത്തികമായി എന്തെങ്കിലും പ്രയാസം വരുമ്പോ, ആരോഗ്യപരമായി തളർന്നിരിക്കുമ്പോ ആരെങ്കിലും തന്റെ മുസ്ലിമായ സഹോദരനെ സഹായിച്ചാൽ അത് ഹജ്ജ് ചെയ്തതിനേക്കാൾ പ്രതിഫലമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പള്ളിയിൽ ആഴ്ചതോറും പള്ളിയിൽ ഓരോ സംഭാവനകളായി, ഓരോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായി, ഓരോ പ്രയാസങ്ങൾ നേരിടുന്നവരായി ഒരുപാട് ആളുകൾ നമ്മുടെ പള്ളിയിലേക്ക് സംഭാവനക്കായി വരാറുണ്ട്. അവരെയൊക്കെ നമ്മൾ സഹായിക്കണം. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ ആദവനാട് ഭാഗത്തുള്ള ഒരു സഹോദരിയുടെ നിക്കാഹുമായി ബന്ധപ്പെട്ട് ഇവിടെ ബന്ധപ്പെട്ട ആളുകൾ അതിന്റെ പിരിവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സഹോദരന്മാരുടെ, നമ്മുടെ സഹോദരിമാരുടെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കുക. അവരുടെ കല്യാണവും മറ്റു അനുബന്ധ കാര്യങ്ങളും റാഹത്തിലാക്കാൻ നമ്മെ കൊണ്ട് കഴിയുന്ന സഹകരണങ്ങൾ നമ്മൾ ചെയ്യുക. എന്നാൽ
എന്നാൽ അബീബായ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഒരു ഹജ്ജ് ചെയ്തതിനു ശേഷം വീണ്ടും ഹജ്ജ് ചെയ്തതിനേക്കാളുള്ള പ്രതിഫലമാണ് ലഭിക്കുക തന്റെ സഹോദരന്റെ ആവശ്യം നിർവഹിച്ചു കൊടുത്താലെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ ശ്രദ്ധിക്കുക, അതിനുവേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക, ചെയ്യുക. മാത്രമല്ല ഹബീബായ നബി തങ്ങൾ പറയുന്നു മറ്റൊരു പ്രവർത്തനം കൂടിയുണ്ട്, ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന മറ്റൊരു പ്രതിഫലം കൂടിയുണ്ട്. മസ്ജിദ്, ഒരാൾ പള്ളിയിലേക്ക് വന്നു ഖൈർ പഠിക്കാൻ മാത്രമാണ് ഉദ്ദേശം. പള്ളിയിലേക്ക് വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ഖൈർ പഠിക്കണം, പള്ളിയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം പഠിക്കണമെന്ന് വന്നിട്ട് ഒരാൾ പള്ളിയിലേക്ക് വന്നാൽ പരിപൂർണമായി ഹജ്ജ് ചെയ്ത ആരുടെ പ്രതിഫലം ആ മനുഷ്യനുണ്ട് എന്ന് ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട, പള്ളിയിൽ ദീനി വിജ്ഞാനത്തിന്റെ സദസ്സുകൾ നടക്കുമ്പോൾ, പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദീനി വിജ്ഞാനത്തിന്റെ സദസ്സുകൾ നടക്കുമ്പോൾ, ദീനി വിജ്ഞാനങ്ങൾ പ്രസംഗം ചെയ്യുന്ന അല്ലെങ്കിൽ മജ്‌ലിസുകൾ പോലെയുള്ള സ്വലാത്ത് പോലെയുള്ള സദസ്സുകൾ നടക്കുമ്പോൾ അതിലൊക്കെ പങ്കെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ മമ്പൂരിൽ മദ്രസയിൽ മജ്‌ലിസുകൾ നടക്കുന്നുണ്ട്. അതിലെല്ലാവരും ഭാഗവാക്കാവണം. നമ്മുടെ കുട്ടിയുടെ ഉമ്മമാരെയും പെങ്ങന്മാരെയും നമ്മുടെ സഹോദരന്മാരെയും അതിൽ പങ്കെടുപ്പിക്കാൻ ഈ നാട്ടിലെ ഓരോരുത്തരും ശ്രദ്ധ കാണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മജ്‌ലിസുകൾ പോലെയുള്ള മദീനകളുടെ അസ്മാഉൽ പാരായണം ചെയ്യുന്ന സദസ്സുകളിൽ നമ്മൾ പങ്കെടുക്കണം. അതൊക്കെയാണ് നമ്മുടെ പുരോഗതിക്ക്, നമ്മുടെ ആഖിറത്തിന്റെ വിജയത്തിന്, നമ്മുടെ ദുനിയാവിലെ ഐശ്വര്യത്തിന് അതൊക്കെയാണ് കാരണമെന്ന്, അടിസ്ഥാനപരമായ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് സഹായ സഹകരണങ്ങളുമായി വരുന്ന ആളുകൾക്ക് നമ്മൾ